ഗാന്ധിയെ മഹാത്മാവെന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ജീവനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ജനതയുടെ വിമോചനമാണെന്ന് പ്രഖ്യാപിച്ചയാൾ ജാതിവേറയുടെ കോട്ടയിൽ നിന്ന് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ രാജ്യത്തെ പഠിപ്പിച്ച ജനാധിപത്യ ഇന്ത്യയുടെ നിർമ്മാതാവും ഭരണഘടനാ ശില്പിയുമായ ഡോക്ടർ ഭീംറാവു അംബേദ്കർ. അംബേദ്കറുടെ അച്ഛൻ രാംജി സക്പാലിന് മഹർ എന്ന ഐക്യജാതിയുടെ തീണ്ടുകൂടായ്മ ഉണ്ടായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം അധ്യാപക പരിശീലനം നേടി മിലിറ്ററി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായ സക്പാൽ മക്കൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. അംബേദ്കറുടെ സ്കൂളിൽ ജാതി വിവേചനം വളരെ രൂക്ഷമായിരുന്നു. അംബേദ്കറും ജ്യേഷ്ഠനും ക്ലാസ് മുറിയിൽ നിലത്ത് ചാക്ക് കഷ്ണത്തിൽ ചമ്രം പണിഞ്ഞിരിക്കാനുള്ള അനുവാദമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചാക്ക് അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒപ്പം കരുതണം. അധ്യാപകർ ഇവരുടെ നോട്ട് പുസ്തകങ്ങളൊന്നും സ്പർശിക്കുക പോലും ചെയ്തിരുന്നില്ല. സ്കൂൾ പൈപ്പിൽ മറ്റു കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ അനുവാദമുണ്ടായിരുന്നപ്പോൾ കീഴ്ജാതിക്കാരാണെന്ന പേരിൽ അതിൽ തൊടുന്നതിൽ നിന്നും അവരെ വിലക്കിയിരുന്നു. പ്യൂണ് പൈപ്പ് തുറന്നു കൊടുത്താൽ മാത്രമേ ദാഹം ശമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നോ പ്യൂൺ നോ വാട്ടർ എന്നാണ് അംബേദ്കർ ഈ സാഹചര്യത്തെ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ അടയാളപ്പെടുത്തിയിരുന്നത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഓഫീസേഴ്സ് ക്ലബ്ബിൽ അംബേദ്കറിനായി പ്രത്യേകം പാത്രം, ഗ്ലാസ്, കുടിവെള്ളം എന്നിവ നൽകിയിരുന്നു. സഹപ്രവർത്തകർക്ക് മഹർജാതിയിൽപ്പെട്ട ഒരാളിൽ നിന്നും ഒന്നും പങ്കിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അംബേദ്കറെ പ്രൊഫസറായി നിയമിച്ച കോളേജിൽ കുട്ടികൾ അദ്ദേഹത്തെ ജാതി പറഞ്ഞ് പരിഹസിച്ചു. ഒരു മഹർജാതിക്കാരനെ ഞങ്ങളെ എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? അദ്ദേഹം ഏത് ഭാഷയിൽ സംസാരിക്കും? തുടർന്ന് അംബേദ്കർ തൻ്റെ യോഗ്യതകൾ ഇംഗ്ലീഷിൽ വിശദീകരിക്കുകയും ഒരു മഹർജാതിക്കാരൻ്റെ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാത്തവരോട് ക്ലാസ് വിടാൻ പറയുകയും ചെയ്തു. സവർണ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ ജന്മം കൊണ്ടാണ്, ഗുണം കൊണ്ടല്ല എന്ന് അംബേദ്കർ സ്ഥാപിച്ചു. 1927 മഹാരാഷ്ട്രയിലെ മഹാദിൽ ഒരു നിമിഷം ചരിത്രമായി മാറി. ചൗദർ ടാങ്കിൻ്റെ സമീപത്ത് ആയിരങ്ങൾ ശാന്തമായി നിന്നു. ദളിതർക്ക് വെള്ളം പോലും നിഷേധിക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ അംബേദ്കർ മുന്നോട്ട് നടന്നു. അദ്ദേഹം പൊതുജലാശയത്തിൽ നിന്ന് വെള്ളം എടുത്തുയർത്തി. ഈ വെള്ളം എല്ലാവർക്കും സമമാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ തുള്ളികൾ മനുഷ്യ സമത്വത്തിൻ്റെ പുതിയ പ്രഭാതമായി. ആ നിമിഷം കാണികളായ ആയിരങ്ങളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നദിക്കെട്ടുകൾ തെളിഞ്ഞു. ഒരു ജനതയ്ക്ക് ഫലവും സ്വാഭിമാനവും പുനർജനിച്ചു. അംബേദ്കറിൻ്റെ ശക്തമായ ഗാന്ധി വിമർശനം തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. അങ്ങ് വർണ്ണവ്യവസ്ഥ പ്രകാരം ഒരു വൈശ്യനാണ്. കുലത്തൊഴിൽ വ്യാപാരവും കൃഷിയും. അപ്പോൾ താങ്കളുടെ അച്ഛൻ എങ്ങനെ മന്ത്രിയാകും? അങ്ങ് എങ്ങനെ രാഷ്ട്രീയക്കാരനാകും? പിന്നെ എന്തുകൊണ്ടാണ് ഒരു തൂട്ടിയുടെ മകൻ എല്ലായ്പ്പോഴും തൂട്ടി തന്നെയാണെന്ന് അങ്ങ് അനുകൂലിക്കുന്നത്? എനിക്കൊരു ജന്മദേശമില്ലെന്ന് അംബേദ്കർ പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്ത ഗാന്ധിജിയോട് അംബേദ്കറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കൊരു ജന്മദേശമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ അതില്ലെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാത്ത, പൂച്ചകളെക്കാളും പട്ടികളെക്കാളും മോശമായി പെരുമാറുന്ന ഈ ഭൂമിയെ, ഈ മതത്തെ എങ്ങനെ എൻ്റെ സ്വന്തമെന്ന് പറയും? ആത്മാഭിമാനമുള്ള ഒരു ദളിതനും ഈ ഭൂമിയിൽ അഭിമാനിക്കില്ല. 1942 അംബേദ്കർ ഒരു ലേബർ കോൺഫറൻസിൽ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ സമയം 12 മണിക്കൂറിൽ നിന്നും 8 മണിക്കൂറായി കുറയുന്നത്. തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം, വുമൻ ആൻഡ് ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട്, അവധി ആനുകൂല്യം, ശമ്പള പരിഷ്കരണം, അധിക ജോലിക്ക് അധിക വേതനം, തൊഴിലിടങ്ങളിലെ ക്യാൻറ്റീൻ, ക്ഷേമ ഫണ്ട് എന്നിങ്ങനെ പലതും പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് അംബേദ്കർ ആയിരുന്നു. പ്രസവാനുകൂല്യ നിയമത്തോടു കൂടിയാണ് സ്ത്രീകൾക്ക് ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി, തുല്യവേതനം, മറ്റു പല ആനുകൂല്യങ്ങളും ഉറപ്പാക്കപ്പെടുന്നത്. ഒരു ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ലെന്ന് അംബേദ്കർ പ്രഖ്യാപിച്ചത് നീതിപൂർവമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെ കഥകൾ ഒരുപാടാണ്. ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും തലമുറകളിൽ ഇതൊക്കെ പ്രതിഫലിക്കും.